ഇന്ന് ഒരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും നമ്മുടെ സ്വന്തം സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ റെസിപ്പിയിലേക്ക് എത്തുന്നത്. മുളയരി പായസം. മുളയരി എന്ന് പറയുന്നത് ഈ മുള ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ കൂട്ടത്തോടെ പൂക്കും. അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്ന വിത്താണ് മുളയരി. എന്നിട്ടിത് ഈ മുള ഇങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുളയരിയുടെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും, പ്രൈസും കുറച്ച് ഹൈ ആണ്. ഞാനിതൊരു എക്സിബിഷന് പോയപ്പോൾ ഒരു വയനാടൻ സ്റ്റോളിൽ നിന്ന് വാങ്ങിയതാണ്. വയനാട്ടിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിപ്പോൾ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് ഇതിൽ റിച്ച് ഇൻ പ്രോട്ടീൻസും ഉണ്ട്. സോ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പായസം നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കാം. ഇതിനെ ആദ്യം ഈ മുളയരി, ഞാൻ 250 ഗ്രാം മുളയരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്യണം. മിനിമം 12 hours എങ്കിലും സോക്ക് ചെയ്യണം, എന്നാലേ ഇത് വെന്ത് കിട്ടുകയുള്ളൂ. കഴുകി വൃത്തിയാക്കിയ മുളയരി കുറേ അധികം വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇപ്പം നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കുക്കറിലേക്ക് കഴുകി ഊറ്റിയിടുക. എന്നിട്ട് ഒരു 1 ലിറ്ററോളം വെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കുക. ഇത് വെന്ത് കിട്ടാനായിട്ട് ഞാനൊരു 6 വിസിലോളം എടുത്തിട്ടുണ്ട്. ഡിപ്പെൻസ് നമ്മൾ ഇത് എത്രത്തോളം സോക്ക് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വിസിലിൻ്റെ കാര്യം. 12 മണിക്കൂർ കൂടുതൽ സോക്ക് ചെയ്താലും നല്ലതാണ്. ഇത് വേവുമ്പോഴേക്കും ബാക്കി പണിയൊക്കെ നോക്കാം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നട്ട്സ്, കിസ്മിസ്, ഒരു 1/4 കപ്പ് ചൗവരി കുതിർത്തത്, ഏലക്കാപ്പൊടി, തേങ്ങാക്കൊത്ത്, ഒരു 2 തേങ്ങയുടെ പാല്, പിന്നെ 1 കിലോ ശർക്കരയും നെയ്യും. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. 1 കിലോ ശർക്കര ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തതാണിത്. നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഞാൻ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളിയിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് ഇനി വറുക്കാനുള്ള ഐറ്റംസ് ഇട്ട് വറുത്ത് കോരാനുള്ളതാണ്. ഈ സെയിം നെയ്യ് തന്നെ ആയിരിക്കും ഇതെല്ലാം നമ്മൾ വറുത്ത് കോരുന്നത്. അതുകൊണ്ട് കുറച്ചധികം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിടുന്നത് ഓപ്ഷണലാണ്, പക്ഷേ ഇതിടുമ്പോൾ നല്ല സ്വാദാണ് ഇതിന് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇനി കുറച്ച് നട്ട്സ് കൂടി ഇട്ട് വറുത്തെടുക്കുക. നട്ട്സ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് തന്നെ കിസ്മിസും കൂടി ആഡ് ചെയ്ത് വറുത്ത് കോരുക. സെയിം ഉരുളിയിലേക്ക് തന്നെ 1 കിലോ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് കൂടി ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ആ ചൊവ്വരി കുതിർത്തതും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കുക. അതവിടെ കിടന്ന് തിളക്കട്ടെ. നമ്മുടെ മുളയരി വെന്തോന്ന് നോക്കാം. ഇതാ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഈ മുളയരി നമുക്ക് ഈ ശർക്കര മിക്സിലേക്ക് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കണം. എന്നിട്ടൊന്ന് കുറുകി വരണം. ഇതിന് കുറച്ച് സമയമെടുക്കും. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒന്ന് കുറുകി വരുമ്പോൾ ലേശം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് പാല്, ഒരു 1/4 കപ്പോളം പാല് എടുത്തൊന്ന് മാറ്റി വെച്ചേക്കുക. അത് ലാസ്റ്റ് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. പുറത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് വാരി വിതറണം. പിന്നെ ലാസ്റ്റ് കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ടിട്ട് ആ മാറ്റി വെച്ച തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് ഫിനിഷ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ആക്കുക. ഒരു ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ. നമ്മുടെ മുളയരി പായസം റെഡി ആയിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാനൊന്ന് കുടിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അരവണ പായസത്തിൻ്റെയും അരിപ്പായസത്തിൻ്റെയും ഇടയിലുള്ളൊരു ടേസ്റ്റ്. ഈ പാക്ക് ചെയ്ത് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ എടുത്തിട്ടുണ്ട്. ഓഫീസിൽ എല്ലാവർക്കും കൊടുക്കുന്നത് ചിത്രക്കുട്ടിയാണ് കേട്ടോ. എന്ത് പായസമാണെന്നുള്ള ഐഡിയ ആർക്കും കിട്ടിയിട്ടില്ല. എന്താണെന്നൊന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടും ഈ പേരാരും പറഞ്ഞില്ല. അപ്പോഴാണ് ഞാനൊരു ക്ലൂ കൊടുത്തത്. വയനാടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആളുകൾ പറയാൻ തുടങ്ങി മുളയരി പായസം എന്ന്. എൻ്റെ കണവനും മിസ്റ്റർ സിഇഒമായ അമൽ ഹാഷ്മിന് കൊടുത്ത വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ പിടിക്കാം. പേര് കിട്ടുമ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ബൈ.